ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദേവസ്പർശം. ഡിസ്ക്ലൈമർ എൻ്റെ അവതരണ ശൈലിയും ഞാൻ കേരളത്തിൻ്റെ പുറത്ത് താമസിച്ചതുകൊണ്ട് എൻ്റെ മലയാളത്തിൻ്റെ ഉച്ചാരണം തെറ്റും ക്ഷമിക്കണം. ദൈവത്തിനും ഈ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന കരുണയും മനുഷ്യത്വവും സഹാനുഭൂതിയും പരസ്പര ബഹുമാനം ഉള്ള എല്ലാ നല്ല മനസ്സുകൾക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു. How do you feel mentally if anyone criticize, insults, plays with your emotions or backstab you? ആരെങ്കിലും നിങ്ങളെ സ്വബോധത്തോടുകൂടി വൈകാരിക ചൂഷണം, വിശ്വാസവഞ്ചന, അനാരോഗ്യകരമായ വിമർശനങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് തോന്നുക? വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മാനസിക മാറ്റങ്ങൾ അനുഭവപ്പെടും. ഓരോ അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിന് ഏൽക്കുന്ന സ്ലാപ്പ് അഥവാ അടിയേൽക്കുന്നത് പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും. പെയിൻ, സാഡ്നസ് ആൻഡ് മെൻ്റൽ സ്ട്രെസ്. സങ്കടവും വേദനയും മാനസിക സംഘർഷവും ഒരു ഭീഷണിയായി കണ്ട് തലച്ചോർ കൂടുതൽ സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ശരീരത്തിനെയും മനസ്സിനെയും തളർത്തുകയും ചെയ്യും. ആങ്കർ, റിവെഞ്ച്. ദേഷ്യം, പ്രതികാരം. തന്നെ വേദനിപ്പിച്ചവരോടും അപമാനിച്ചവരോടും ഉള്ള വികാരമാണ് ദേഷ്യം. ചില വ്യക്തികൾക്ക് ജന്മസിദ്ധമായ ശൈലിയിലുള്ള കണ്ണും മുഖവും ചുണ്ടും മുഖഭാവത്തിൽ ഉള്ള പ്രകടനങ്ങൾ കണ്ടാൽ നൃത്തത്തിൽ ഭാവങ്ങൾ പഠിപ്പിക്കുന്ന അതിവിദഗ്ധന്മാരായ നൃത്ത അധ്യാപകർ പോലും നമിക്കും. പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന മട്ടിൽ നിൽപ്പും. തന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് പ്രതികാരം തോന്നാതിരിക്കാൻ ആരും ദൈവത്തിൻ്റെ പ്രതിരൂപമല്ല. അതേസമയം പ്രതികാരദാഹിയായി നടക്കുന്നതിന് പകരം ദൈവത്തിന് വിട്ടുകൊടുക്കുക. Stay calm and silent, man. Karma will do its duty at the right time. പ്രതികരിക്കാൻ ശേഷി ഇല്ല എന്നോ പ്രതികരിക്കാൻ ആൾബലം ഇല്ല എന്ന് വേദനിക്കുന്നതിന് പകരം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവവും പ്രകൃതിയും തക്ക സമയം നോക്കി അതീവ പ്രഹരണശേഷിയോടുകൂടി ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വിട വാങ്ങുന്നതിന് മുൻപ് കണക്ക് തീർത്തിരിക്കും. ന്യായമായുള്ള മനസ്സ് പൊട്ടിയുള്ള വേദന ദൈവത്തിന് അത്യന്തം വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞില്ലെങ്കിലും ഞാൻ വളരെ സേഫാണ് എന്ന ഭാവത്തിൽ മറ്റുള്ളവരെ മേലെ പറഞ്ഞ എല്ലാ വേദനകരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാൻ, നാളെ നീ. വേദന അനുഭവിക്കുന്നവർ ചെറുതായും വലുതായും വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്നത് ഒരു ശീലമായിരിക്കും. എന്നാൽ മറ്റുള്ളവരെ മാത്രം വേദനിപ്പിച്ച ശീലമുള്ളവർക്ക് തീരെ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വളരെ ഉയരത്തിൽ നിന്ന് വീഴ്ച സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അപ്പോൾ ഈശ്വര എന്ന് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. കർമ്മ ബൂമറാങ്. ആർക്കാണ് ന്യൂനതകൾ ഇല്ലാത്തത്? സാമ്പത്തിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും. നമ്മൾ ആരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളെക്കൊണ്ട് ആവുന്ന രൂപത്തിൽ കല്ലെറിഞ്ഞ് സംഭാവന ചെയ്യാതിരിക്കാമല്ലോ. ബെഗർ ടു ബോസ് ആരാണെങ്കിലും അവരുടെ ആത്മാഭിമാനം മുറിവേൽക്കുന്നത് ജീവൻ പോകുന്നതിന് സമമാണ്. ശ്വാസം വലിക്കുകയും ശ്വാസം വിടുകയും ദൈർഘ്യം മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നിർണയിക്കുന്നത്. വേദന അനുഭവിക്കുന്നവർ ആരോടും കരയുകയും പറയുകയും ചെയ്യാതെ ഈശ്വരൻ്റെ പാദത്തിൽ കണ്ണുനീർ കൊണ്ട് അഭയം പ്രാപിപ്പിക്കുമ്പോൾ ആ കണ്ണുനീരിൻ്റെ നനവ് സഹിക്കാൻ പറ്റാതെ ആ പാദമൊന്ന് പൊന്തിച്ചാൽ ആരുടെയെല്ലാം ശിരസിൽ പതിക്കുന്നുവോ ആ പ്രഹരം ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനും അപ്പുറം ഭയാനകരമാണ്.
അപകർഷാബോധവും സ്ട്രെസ്സും. ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ആൻഡ് സ്ട്രെസ്. നിരന്തരമായുള്ള കുറ്റപ്പെടുത്തലുകൾ ഭയവും സ്ട്രെസ്സും ഉണ്ടാക്കും. വിമർശിക്കുന്നവർ നമ്മളെക്കാൾ ഉയർന്നവർ എന്ന് തോന്നി നമ്മുടെ വാല്യൂസ് പോലും മറന്നുപോകാൻ ഇത് കാരണമാകും. ആത്മവിശ്വാസം കുറയും. മറ്റുള്ളവർ നമ്മളെ അനാരോഗ്യകരമായി വിമർശിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമ്മൾ മോശമാണോ, എന്നിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് സംശയിക്കുന്നതോടൊപ്പം നമ്മളുടെ സ്വന്തം കഴിവുകൾ മറന്നുപോകാൻ ഇത് കാരണമാകും. ഐസൊലേഷൻ, വിഡ്രോയൽ. ചിലർ ഈ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആരോടും സംസാരിക്കാതെ, ആളുകളോട് ഇടപഴകാതെ ഇടപെടാൻ മടിക്കുകയും ഉൾവലിയുകയും ചെയ്യും. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നമ്മളെ അവരുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. അവരുടെ കുറ്റങ്ങൾ പുറത്തു കാണിക്കാതെ ഇരിക്കാൻ സപ്രസ്ഡ് ഫീലിങ്സ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സന്തോഷിക്കുകയാണ് ഒരുതരം സാഡിസം. ഇതിനുള്ള പ്രതിവിധി മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിനായി ജീവിക്കാതെ ജീവന് തുല്യം ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുക. ഒരു ചെറുകഥ പറഞ്ഞ് നിർത്താം. 5 വിരലുകളിൽ 4 വിരലുകൾ. ചെറു വിരലിനെ നോക്കി അഹന്തയോടുകൂടി അവർ ശക്തരാണ് എന്ന ഭാവത്തിൽ പരിഹസിച്ചപ്പോൾ ഈശ്വരൻ പറഞ്ഞു, നീയാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ, അതുകൊണ്ടാണ് നീ എന്നെ തൊഴുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്.